അയാൾ കഥ പറയുകയാണ് എന്ന ടാസ്ക്കാണ് ഇന്ന് കൊടുത്തിരുന്നത്. ബോറായിരുന്നു ഗൈസ്. നമുക്ക് ടി വിയുടെ മുന്നിൽ നിന്ന് എണിച്ച് പോരാൻ തോന്നും, അത്രയ്ക്ക് ബോറായിരുന്നു. 10 ആഴ്ച മുതൽ നടന്ന സംഭവങ്ങൾ അവതരിപ്പിക്കുക, ഏത് രീതിയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. തിരക്കഥ ആയിട്ട് വേണം അവതരിപ്പിക്കാനായിട്ട്, അത് എന്നിട്ട് ഒരു പ്രൊഡ്യൂസറുടെ മുന്നിൽ വേണം അവതരിപ്പിക്കാൻ. ആക്ഷൻ, കോമഡി, റൊമാൻസ്, ത്രില്ലർ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കാം. ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നത് സാബുമോനായിരുന്നു. പക്ഷേ എല്ലാവരുടെ കഥ ചിലവരുടെ നിന്ന് എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കഥ പറഞ്ഞത് അനീഷായിരുന്നു. അനീഷിൻ്റെ കഥ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഒരു ചെന്നൈ മലർകൾ എന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു ടോപ്പിക്ക്. ഒരു റൊമാൻറ്റിക് ആയിരുന്നു, അത് കുഴപ്പമില്ല, എനിക്കത് ഇഷ്ടമായിരുന്നു കേട്ടോ. ആര്യനാണെങ്കിൽ പിന്നെ അടുത്തത് ഇടുക്കി ഗോൾഡ് എന്നൊരു സബ്ജക്റ്റായിരുന്നു. അത് ജിഷേലിനെ കൊലപാതകി അനുമോള്, അങ്ങനൊരു കഥയായിട്ട് പോയി. അതൊരു വ്യക്തിഹത്യ, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കൂട്ടിയിണക്കിയിട്ട് ചെയ്ത ഒരു കഥയായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ നിവിൻ, ഇവർക്ക് രണ്ടാൾക്കാണ് പ്രൈസ് കിട്ടിയത്. നിവിൻ്റെ അതുകൊണ്ടാണ് ഇവരുടെ എടുത്ത് പറയണത്. നിവിൻ ഒരു ലോ ബഡ്ജറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു, കോമഡിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇതാക്കി. പിന്നെ അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് 1-1-11 പിന്നെ അത് സാബുമോൻ മാറ്റിയിട്ട് എന്നാക്കി. എന്തായാലും കുറച്ച് ബിഗ് ബോസ് കുറച്ചും കൂടി നല്ല ടാസ്കുകൾ അവർക്ക് കൊടുത്താൽ നന്നായിരുന്നു. ഇതൊരു ഗ്രൂപ്പ് ടാസ്ക് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് തോന്നുന്നു.